എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ജാൻമണി ദാസ് ഓൺ എയർ. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം ജാൻമണി ഡൽഹിയിൽ നടന്ന പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കാൻ പോയതും പോയിട്ട് തിരിച്ചു വന്ന് വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വന്ന് മീഡിയയുടെ മുമ്പിൽ ബൈറ്റ് കൊടുത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് നാവൊന്ന് പഴിച്ചുപോയി. നാവ് പിഴ എന്ന് പറയുന്നത് ചെറിയൊരു പിഴയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായിട്ടാണ് ജാൻമണി സംസാരിച്ചത്. പ്രധാനമന്ത്രിക്കെതിരായിട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് മോശമായിട്ട് സംസാരിച്ചത്. അമ്മയെ പറഞ്ഞാൽ മാപ്പില്ല. അതാരുടെ അമ്മയാണെങ്കിലും, പ്രധാനമന്ത്രി എന്നല്ല, ഏതൊരു മനുഷ്യൻ്റെ അമ്മയാണെങ്കിലും അമ്മയെ പറഞ്ഞാൽ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് നാൾക്ക് മുൻപ് ജാൻമണി ഒരു യൂട്യൂബറെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അവർ ജാൻമണിയുടെ അമ്മയെ പറഞ്ഞു. അതിൻ്റെ ദേഷ്യത്തിലാണ് ജാൻമണി സംസാരിക്കുന്നത്. അന്ന് ജാൻമണിക്ക് വല്ലാണ്ട് ഹേർട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ജാൻമണിയുടെ അമ്മ മരിച്ചിട്ട്. അപ്പോൾ സ്വന്തം അമ്മയ്ക്കൊരു വിഷമം വരുമ്പോൾ, സ്വന്തം അമ്മ ആരെങ്കിലും പറയുമ്പോൾ ജാൻമണിക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവുമോ അതേ വിഷമം തന്നെയായിരിക്കും മറ്റുള്ളവർക്കുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം രഞ്ജിനി ഹരിദാസുമായിട്ട് ജാൻമണി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാൻമണി പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അസഭ്യം പറഞ്ഞൊരാൾക്കെതിരെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ജാൻമണി ഇത്രയും നന്നായോ? കാരണം ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടതാണ് ജാൻമണി എന്തായിരുന്നു ശാപവാക്കുകളും പ്രാക്കും, എൻ്റെ പൊന്നോ, അൺസഹിക്കബിളായിരുന്നു. ആ ജാൻമണി എന്നൊക്കെ മാറി കുറച്ച് വിവരം വെച്ചതെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അധിക ദിവസം കഴിയും മുമ്പ് തന്നെ അതങ്ങനെ അല്ല, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ജാൻമണി തെളിയിച്ചു. അപ്പോൾ ഇപ്പോൾ ജാൻമണിക്കെതിരെ കേസൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വാർത്ത ഒന്ന് കാണാം. ഇനി ആദ്യമായിട്ടാണോ ജാൻമണി പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത്? അല്ല, ഇതിന് മുൻപ് ജാൻമണി പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയും കൂടി കാണാനുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർക്ക് ഈ വീഡിയോ കാണും. ഇതൊരു പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഒന്നും ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മാതാവിനെ അവഹേളിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം മോശമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിമർശിക്കാം. ആ വിമർശനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നതും അതിൽ വിജയിക്കുകയും ചെയ്തു. നമ്മുടെ നാവ് പലപ്പോഴും നമ്മൾ ചതിക്കാറുണ്ട്. ആ നാവ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ജാൻമണി എന്നല്ല ഏതൊരാൾക്കും അത് ആപത്താണ്. ഇവിടെ ജാൻമണി 2 ദിവസം മുൻപ് പറഞ്ഞതേ ഉള്ളൂ, അസഭ്യം പറയാൻ പാടില്ല, ആരെയും മോശം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു വെച്ചതേ ഉള്ളൂ. ആ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ജാൻമണിയുടെ നാവിൽ നിന്ന് ഇത്രയും വലിയൊരു അധിക്ഷേപം, അതിനൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ജാൻമണി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു മാപ്പൊക്കെ പറഞ്ഞ് ജാൻമണി വന്നിട്ടുമുണ്ട്. നമുക്കതെല്ലാം നോക്കാനുണ്ട്. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം. പ്രതിഷേധത്തിലടക്കം സജീവ മുഖമായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി. ശേഷം കേരളത്തിൽ തിരിച്ചു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളും നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്, പരാതിയോടൊപ്പം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെയും കുറിച്ച് അശ്ലീല പരാമർശങ്ങളും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങളും നടത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസെടുക്കണം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാനുള്ള അവകാശം ജാൻമണിക്കില്ല എന്നുള്ള കാര്യമാണ് BJP ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഉന്നത പോലീസ് മേധാവിക്കും പരാതി നൽകാൻ BJP സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകാനായി, ജാൻമണിക്കെതിരെ പരാതി നൽകാനായി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ദൃശ്യങ്ങൾ, അതിന്റെ ലിങ്ക് അടക്കം കോപ്പി ചെയ്തുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ജാൻമണി അത്തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് പ്രധാനമന്ത്രിക്കെതിരെ അശ്ലീലവും അപമാനകരവുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP പറയുന്നത്. തെളിവുകൾ കയ്യിലുണ്ട്. അത് പല സോഷ്യൽ മീഡിയ പേജുകൾക്കും നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് BJP ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്താ സംഭവം അറിയോ? ഈ മീഡിയക്കാർ മുന്നേ വരുമ്പം ചുറ്റുമുള്ളതെല്ലാം മറന്നുപോകും. ഈ എന്താ പറയുക, തട്ടവിട്ട പെണ്ണിനെ കാണുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ മീഡിയക്കാരെ മുന്നിൽ കാണുമ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ പിന്നെ എന്താ പറയുന്നത്, ഏതാ പറയുന്നത് ഒന്നും ബോധം ഉണ്ടാവില്ല. കുറച്ച് നാൾക്ക് മുൻപ് ഹെലനോസ് പാർട്ടിക്കെതിരെ ജാൻമണി സംസാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഏറെ കയറിയിട്ട് വന്നതാണ്. അപ്പോഴും ജാൻമണി പറഞ്ഞൊരു ന്യായീകരണം എന്ന് പറയുന്നത്, എൻ്റെ ഭാഷ, ഞാൻ സംസാരിക്കുന്ന രീതികൾ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും, ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ജാൻമണി ന്യായീകരിക്കാറുണ്ട്. ഇവിടെയും ജാൻമണി അങ്ങനെ ഒരു ന്യായീകരണവുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ജാൻമണി പ്രധാനമന്ത്രിക്കെതിരെ സംസാരിച്ചത് ആ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം. വളരെ മോശമായൊരു പരാമർശമായിരുന്നു, അതൊന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ആരാ കലവന്റെ ഫ്രണ്ട്? തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുണ്ട്, ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ഞാൻ ചോദിച്ചോട്ടെ, ജാൻമണി തമ്പാക്ക് വെച്ച് ശീലമുള്ളതുകൊണ്ടല്ലേ ജാൻമണിക്ക് പെട്ടെന്ന് അത് മനസ്സിലായത്? ഞങ്ങൾക്കൊന്നും അങ്ങനെ തോന്നാറില്ല. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു. ഈ ന്യൂസ് ചാനൽ പോലും പറഞ്ഞത് BJP ആരോപിച്ചെന്നാണ് പറയുന്നത്. ഒരിക്കലും അല്ല. ഇത് ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങളുടെ ആരോപണമാണ്. കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു വ്യക്തി, പ്രധാനമന്ത്രിക്കെതിരെ എന്ന ഉപരി പ്രധാനമന്ത്രിയുടെ അമ്മയാണ് സംസാരിച്ചിരിക്കുന്നത്.
അമ്മയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. എത്ര മോശം പരാമർശമാണ്. ആ പരാമർശം എന്താണെന്നാണ് നമുക്ക് കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. തന്നെ മരിച്ചുപോയി 1947 നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഇത് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? പ്രധാനമന്ത്രി ജനിച്ചത് 1950-ൽ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത് 1947-ൽ എന്നാണ് ജാൻമണി പറയുന്നത്. അതുകൊണ്ട് എന്താണ് ജാൻമണി ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ആ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് ഒരു സാധാരണ പൗരനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. എത്ര വിവരമുണ്ട് ജാൻമണിക്ക്, എത്ര ബോധമുണ്ട്. അപ്പോൾ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന ലെവലിൽ പറയാൻ ജാൻമണിക്കും പറ്റും അല്ലേ? വളരെ മോശമാണ്, വളരെ മോശം പരാമർശമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജാൻമണി എന്തായാലും സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാണ് നടക്കുന്നത് അല്ലേ? എന്തൊക്കെ തന്നെ പറഞ്ഞാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, സെലിബ്രിറ്റികളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ സെലിബ്രിറ്റി തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് ഇത്തരം വാചകങ്ങൾ, ഇത്രയും പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ജാൻമണിയുടെ അമ്മയെക്കുറിച്ചോ ജാൻമണിയുടെ അച്ഛനെക്കുറിച്ചോ ഒരാൾ മോശമായിട്ട് സംസാരിക്കുമ്പോൾ ജാൻമണിക്ക് വിഷമം വരില്ലേ? ഇവിടെ ജാൻമണി പറഞ്ഞേക്കുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ചല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ്. മോശമല്ലേ അത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജാൻമണിയുടെ ഈ പരാമർശത്തോട് നിങ്ങൾ എങ്ങനെയാണ് ആ പരാമർശത്തെ നോക്കി കാണുന്നത്? ഇത് പാർട്ടിയല്ല നോക്കേണ്ടത്. ഇവിടെ പാർട്ടിയല്ല. ഇന്ത്യയെ നയിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പാർട്ടിയല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അവിടെ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അമ്മ, അദ്ദേഹം ഇരിക്കുന്ന പദവി, അതിനെയൊക്കെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. യാതൊരു റെസ്പെക്റ്റും ഇല്ലാണ്ട് ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തും പറയാമെന്നൊരു ധാരണ ഒരു പൗരനും ഉണ്ടാവാൻ പാടില്ല. അതിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ജാൻമണിക്ക് കൊടുത്തേ പറ്റൂ, കിട്ടിയേ പറ്റൂ. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇനി ഇതിൽ ജാൻമണി ആദ്യമായിട്ടാണോ ഇങ്ങനെ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിച്ചു തരാം. വളരെ മോശമായിട്ട്, അതിനകത്തും വളരെ മോശമായിട്ടാണ് ജാൻമണി സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയെക്കുറിച്ച്. കേൾക്കാം. Modi government. Modi wants to be one. He is the king. King Allah. Hijri pakka. ഹിറ്റ്ലർ Huh? ഹിറ്റ്ലർ ഹിറ്റ്ലർ അല്ല. ഇങ്ങനെ ഹിറ്റ്ലർ ആണെങ്കിലും ഒന്നെങ്കിൽ ഹിറ്റ്ലർ ആവാൻ പറ്റും. ഒരു പെണ്ണത്തി പറയാൻ പറ്റത്തില്ല. വേറെ ഒരു സാധനം. പിന്നെ അതിനെ പറഞ്ഞ ഫോട്ടോയിലെ നെയിൽ പോളിസിൽ കൊടുക്കണല്ലേ, അതാണ്. അവർക്ക് ഞാൻ വിളിച്ചിട്ട് ആ ട്രെയിനിൽ കയറ്റി കൊടുക്കുക, ഒരു ഡോളിൽ കൊടുത്തിട്ട്. ഇഷ്ടമില്ലത്തെ എനിക്ക്. എന്ത് മോശം സ്റ്റേറ്റ്മെൻറ്റാണ്. ജാൻമണിക്ക് കാണുന്ന ആണുങ്ങളെല്ലാം പെണ്ണച്ചികളാണ്. അല്ലെ, പെണ്ണച്ചി എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ശരിക്കും ജാൻമണി ഏത് ജെൻഡറാണ്? ഞാൻ ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സിനെ അധിക്ഷേപിക്കുന്ന ഒരാളല്ല, ട്രാൻസ്ജെൻഡേഴ്സിന് എതിരെ സംസാരിക്കുന്ന ഒരാളല്ല. എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, വളരെ മാന്യമായിട്ട് വളരെ ബഹുമാനപൂർവ്വം ആൾക്കാരോട് ഇടപെടുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു പുരുഷനായിട്ട് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് പറയുന്ന വാചകങ്ങളാണ്. പെണ്ണച്ചി എന്ന് പോലും പറയാൻ പറ്റില്ല. ജാൻമണി ശരിക്കും എന്ത് ജെൻഡറാണ്? ആണാണോ പെണ്ണാണോ? ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ശരിക്കും ലജ്ജ തോന്നുകയാണ്. നിങ്ങൾ ഇത്രയും തരംതാണ് പോകരുത്. ഇത് കുറച്ച് നാൾ മുൻപ് വന്നൊരു ബൈറ്റാണ്, അതും പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടല്ല ജാൻമണി പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത്. ഇനി ജാൻമണി എന്തുകൊണ്ട് ഇപ്പോൾ അപ്പോളജിയും പറഞ്ഞ് വന്നു? ഈ വിഷയം പറഞ്ഞപ്പോൾ, ഈ വിഷയം സംഭവിച്ചപ്പോൾ ഇതൊരു ചർച്ചയായില്ല, വാർത്തയായില്ല. അന്നേ ഇത് വാർത്തയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജാൻമണി അന്ന് ക്ഷമയും ചോദിച്ചു വന്നേനെ. പക്ഷേ ഇന്ന് ക്ഷമ പറഞ്ഞു വന്നു. എന്തുകൊണ്ട്? ഇത് കേസാവുമെന്ന് ജാൻമണിക്ക് ഉറപ്പായി, ഇത് അധിക്ഷേപമാണെന്ന് ജാൻമണിക്ക് മനസ്സിലാക്കി കൊടുത്തു. അതുകൊണ്ട് ജാൻമണി എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോളജിയും പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോളജി ഒന്ന് കണ്ടു നോക്കാം. ആ അപ്പോളജി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണ്? ഇത് ജാൻമണിക്ക് തമാശ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ജാൻമണി അതിനകത്ത് അവസാനം പറയുന്നുണ്ട്, നിങ്ങളൊരു തമാശ പോലെ എടുക്കണം. ഇതാണോ തമാശ? നമുക്ക് കേൾക്കാതെ. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ ജാൻമണി ഒരു മീഡിയക്കാരൻ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്, നമ്മൾ എന്താണ് പറയേണ്ടത്? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഓഡിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എന്താണ് നമ്മുടെ നാവിൽ നിന്ന് പോവേണ്ടത്, എന്താണ് പോകുന്നത് എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന പോലെ തോന്നുന്നതെല്ലാം അങ്ങ് വിളിച്ചു പറയും. എന്നിട്ട് പിന്നെ വന്നിരുന്ന് മെഴുകും. അയ്യോ, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളതൊരു തമാശയായിട്ട് കാണണം. ഈ ഒരാളെ കത്തിയെടുത്ത് കുത്തിയിട്ട് സോറി കേട്ടോ, പോട്ടെ, ക്ഷമിക്കണേ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇതിൽ അർത്ഥമുണ്ടോ? ഇവിടെയും ചെയ്തേക്കുന്നത് അത് തന്നെയാണ്. ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും മനസ്സിലിട്ടാണ് ജാൻമണി കുത്തിയത്. ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യൻ്റെയും മനസ്സിലിട്ട ജാൻമണി കുത്തിയത് അല്ലെന്ന് പറയാൻ പറ്റും. പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു സാധാരണ പൗരനല്ല, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ അമ്മയുടെ ചാരിത്രത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തേക്കുന്നത്. അദ്ദേഹം ജനിച്ചത് ഇത്ര വർഷമാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചത് 3 വർഷം മുൻപാണ്, 3 വർഷമൊക്കെ ഗർഭം പേറാൻ പറ്റുമോ ഒരു സ്ത്രീക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കൾച്ചറലെസ് ആയിട്ടുള്ള സംസാരമാണെന്ന് അല്ലേ? അവൻ ആദ്യം പോയിട്ട് അവൻ്റെ അച്ഛൻ ആരെന്ന് കണ്ടുപിടിക്കട്ടെ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ല, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. ബാക്കി കേൾക്കാം.
അല്ല, എനിക്ക് അറിയാത്ത വേറൊരു കാര്യം, രഞ്ജിനി ചേച്ചി ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇനി ന്യായീകരിക്കാൻ നിൽക്കില്ലേ? ഒന്നും കണ്ടില്ല, ന്യായീകരിച്ചൊന്നും കണ്ടില്ല. തെറി പറഞ്ഞൊന്നും പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന കൊലപാതകം ഒരു ശിക്ഷിക്കപ്പെടാത്ത കാര്യമായിരുന്നെങ്കിൽ ഞാൻ അവരെ കൊന്നേനെന്ന് പറഞ്ഞ രഞ്ജിനി ചേച്ചിയാണ്. ഇതിനെങ്ങനെ ന്യായീകരിക്കുമെന്ന് അറിയില്ല. കൂട്ടുകാരി ആയതുകൊണ്ട്, കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ വോട്ടെവർ ആയതുകൊണ്ട് വീഡിയോ ചെയ്യുമോ എന്ന് പോലും അറിയത്തില്ല. ബാക്കിയൊക്കെ എന്താ നിങ്ങൾ മലയാളം പറയരുത്, മലയാളം പറയുന്നത് ശരിയാവത്തില്ല എന്ന് ബോധമുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ മലയാളം പറയും. ഇത് ആദ്യമായിട്ടല്ല ജാൻമണി മലയാളം പറഞ്ഞ് ഏറി പോകുന്നത്. മറ്റു നേരത്തെ ഹെൽനോസ് പാർട്ടി പറഞ്ഞതിൻ്റെ പേരിൽ അത് ഓക്കെ, ആ കുട്ടി മറുപടി പറഞ്ഞു, ബാക്കിയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്തു, അതോടെ കഴിഞ്ഞു. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ നമ്മുടെ നാവിന് കടിഞ്ഞാണ് വേണം, നമ്മൾ എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്ന് സ്വയം ഒരു ധാരണ ഉണ്ടാവണം. ജാൻമണി കുട്ടിയൊന്നുമല്ലല്ലോ, ജാൻമണി മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ, ആണോ? ഒന്നുമല്ല, തിരിച്ചറിവുള്ള ആൾ തന്നെയാണല്ലോ, അല്ലേ? ബോധമുള്ള ആൾ തന്നെയാണല്ലോ, ലോകപരിചയമുള്ള ആൾ തന്നെയാണല്ലോ, ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച ആൾ തന്നെയാണല്ലോ, അല്ലേ? ആ ജാൻമണിക്ക് അത്ര ബോധമില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ബോധത്തോടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ആദ്യമായിട്ടല്ല ജാൻമണി അധിക്ഷേപിക്കുന്നത്. അപ്പോൾ അന്ന് ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ, അന്ന് അത് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജാൻമണി ഇത് ആവർത്തിക്കില്ലായിരുന്നു. ബാക്കി പറ. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വാക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുന്നത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യും എനിക്കറിയില്ല, കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ PM-ക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. അങ്ങനെയാണോ ജാൻമണി ചോദിച്ചേക്കുന്നത്? അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? മോദി എന്ന് പറയുന്ന വ്യക്തിയും ആ മനുഷ്യനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതല്ലെന്ന് ഇവിടെ വന്ന് മെഴുകല്ലേ. നിങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? കിളവൻ എന്നൊക്കെ വിളിച്ചിട്ട് വല്ലാണ്ട് മോശമായിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അത് ന്യായീകരിക്കുന്നത്? സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു, അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഞാൻ കുട്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുട്ടിയോ? ആരുടെ കുട്ടി? കുട്ടി കേൾക്കാം നമുക്ക്. And that one's become like a very much viral, and people are very much angry. And I never thought like I wants to hurt anybody, because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ I'm so sorry. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? നമ്മളൊക്കെ എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നായിരിക്കും പറയുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ആരെ നിങ്ങൾ കളിയാക്കുന്നത്? പറ. പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല. ചെറിയ കുട്ടി എന്ന് വിചാരിച്ച് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ചെറിയ കുട്ടിയോ? ഒരു 10-40 വയസ്സുണ്ടാവില്ലേ? ഇല്ലേ? 10-40 വയസ്സുണ്ടാവുമല്ലോ. 40 വയസ്സുള്ള കുട്ടിയല്ലേ? കുട്ടിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ 2 ദിവസം മുമ്പ് ഡയലോഗ് അടിച്ചത്. അങ്ങോട്ട് തിളയ്ക്കുമായിരുന്നല്ലോ ചോര. ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ ചോര തിളയ്ക്കുന്നില്ലേ? ഷെയിം ഓൺ യു മാൻ, ഷെയിം ഓൺ യു. ബാക്കി പറ. അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ ഈ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആൾക്ക് അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കണ്ടിട്ട് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ ഞാൻ ഗൂഗിളിൽ പോയി, എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ വർക്ക് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അല്ല, ഈ രാത്രി 12 മണിക്കാണല്ലോ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. മറ്റേ സാധനം വെച്ചിട്ടാണോ ചെയ്തത്? പ്രധാനമന്ത്രി അത് വെച്ചിട്ടാണല്ലോ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണല്ലോ ജാൻമണി പറഞ്ഞത്, അല്ലേ? അപ്പൊ ജാൻമണി അത് വെച്ചിട്ടാണോ രാത്രി 12 മണിക്ക് ചെയ്തേക്കുന്നത്? ആണോ? കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതന്നെ അറിയില്ല ഈ കാര്യം പറഞ്ഞത്. പക്ഷെ അത് പോസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അതാ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ അപ്പൊ പറഞ്ഞപ്പോഴൊന്നും ബോധമില്ലായിരുന്നു. എന്ത് പറയുന്നു, ആരെക്കുറിച്ച് പറയുന്നു, എന്തിനെ കുറിച്ച് പറയുന്നു എന്നുള്ള ചിന്തയൊന്നും ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ. ആൾക്കാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. ഈ ന്യായീകരണമേ, ഒരു കാര്യം ചെയ്തിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുന്നത് സമ്മതിക്കണം, പറയാതിരിക്കാൻ വയ്യ. ബാക്കി പറ. That's why I'm really sorry. So എന്റെ ഫാൻസും മാത്രമല്ല എല്ലാവർക്കും
എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. തമാശയായിട്ടോ പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത്, അദ്ദേഹത്തിന്റെ അമ്മേനെ അധിക്ഷേപിക്കുന്നത് തമാശയല്ലേ? തമാശയായിട്ട് എടുക്കണം, സീരിയസ് ആയിട്ട് എടുക്കരുത്. സോറി, ഒരു രാജ്യത്തിന്റെ ജനതയുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ട് എന്ത് ഈസി ആയിട്ടാണ് വന്ന് സോറി പറയുന്നത്? എന്ത് ഈസി ആയിട്ട്? ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എന്തായാലും ജാൻമണിക്കെതിരെ കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അതിന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ജാൻമണി എന്നല്ല ഒരാളും. ഇപ്പൊ പ്രൈം മിനിസ്റ്ററുടെ ഭരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം, ഒരു പ്രശ്നമില്ല. അതിന് ഏതൊരു പൗരനും അവകാശമുണ്ട്. പക്ഷേ അത് ഈ രീതിയിലാവരുത്. ആ പ്രവൃത്തിയെ വിമർശിക്കാം, പക്ഷെ വിമർശനം ഒരിക്കലും വ്യക്തിപരമാവരുത്. അത് ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും അവരൊരു തെറ്റ് ചെയ്താൽ തെറ്റിനെ വിമർശിക്കാം. പക്ഷേ ജാൻമണി ഇവിടെ ചെയ്തത് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ തരം താഴ്ത്തിയാണ് സംസാരിച്ചത്. എനിവേ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇവിടെ രാഷ്ട്രീയം നോക്കുക ചെയ്യരുത്. ഇവിടെ രാജ്യമാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വിമർശിച്ച് അദ്ദേഹത്തിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു. വിമർശനമല്ല ഇത്. ഇതൊരിക്കലും വിമർശനമല്ല, ഇത് അധിക്ഷേപമാണ്, വ്യക്തി അധിക്ഷേപമാണ്. സോ നാളെ നമ്മുടെ അമ്മയെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമോ? നമ്മുടെ അച്ഛനെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമോ? ചെയ്യില്ല. എന്ന രീതിക്ക് തന്നെ ഇതിനെ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. എനിവേ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.